ഹലോ ഹായ്, ഒരു ട്രെൻഡിങ് വീഡിയോ ആണ് കേട്ടോ. ഇന്നും പൊട്ടറ്റോ വെച്ചിട്ടുള്ളൊരു സ്നാക്കാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ 3-4 പൊട്ടറ്റോ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ പീസസ് ആക്കുകയാണ് കേട്ടോ, നീളത്തിൽ. ഒരുപാട് കനം കുറച്ചല്ല, എന്നാൽ കനം കുറഞ്ഞു അല്ല കേട്ടോ, അതേ രീതിയിലാണ് കേട്ടോ എടുക്കുന്നത്. ഒരുപാട് തിന്നാക്കരുത് കേട്ടോ, അങ്ങനെ വരുമ്പോഴേ നമുക്ക് ഫ്രൈ ആക്കി എടുക്കുമ്പോഴേക്ക് ബുദ്ധിമുട്ടായിട്ട് വരും. അപ്പോൾ ഒരു മീഡിയം സൈസായിട്ട് നമുക്കിതുപോലെ കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ ഇപ്പോൾ ഒരു ബൗൾ വെച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് നോർമൽ വെള്ളമാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. എന്നിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങുണ്ടല്ലോ, അതെല്ലാം ഇതിലൊന്ന് സോക്ക് ചെയ്ത് ഒരു 10 മിനിറ്റ് നേരം വെച്ചെടുക്കാം. ഇനിയിപ്പോൾ ഒരു പാത്രത്തിൽ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങുണ്ടല്ലോ, അതിൻ്റെ വെള്ളമെല്ലാം കളഞ്ഞിട്ട് ഈ ചൂടുവെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊരു 10 മിനിറ്റ് നേരം നമുക്കൊന്ന് കുക്ക് ചെയ്യാൻ വിടാം. അപ്പോൾ ഇതൊരു 70% കുക്ക് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ അതുപോലെ ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു കിച്ചൻ്റെ ടവലോ അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പറിൽ ഇതിൽ എക്സ്ട്രാ വെള്ളമൊക്കെ ഉണ്ടാകും. അപ്പോൾ അതൊക്കെ ഒന്ന് വലിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു കിച്ചൻ ടവലിൽ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ ടവൽ വെച്ചിട്ട് ഇതൊന്ന് പൊതിഞ്ഞ് വെച്ചാൽ മതി. പെട്ടെന്ന് തന്നെ ഇതിൻ്റെ ബാക്കിയുള്ള വെള്ളമൊക്കെ ഒന്ന് വലിച്ചെടുക്കും. അപ്പോൾ അവിടെ ഇരിക്കട്ടെ. ഇനി ഒരു ബൗളിലേക്ക് ഒരു 2 വലിയ സ്പൂണ് മൈദ, അതായത് 1 കപ്പോളം ഉണ്ട് കേട്ടോ. 1 കപ്പ് മൈദയും 1/2 കപ്പ് കോൺഫ്ലവറും, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും, പിന്നെ കുറച്ച് ഓർഗാനോ, ഒരു ടീസ്പൂണോളം എടുത്തിട്ടുണ്ട് ഓർഗാനോ, അതുകൂടെ ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 1.5 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ. ഇനിയിപ്പോൾ ഇതുപോലെ ഒരു വിസ്ക് വെച്ചിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്, ഇതിലേക്ക് ഒഴിച്ചെടുത്തിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ചെടുത്തിട്ട് വേണം കേട്ടോ ഇത് മിക്സാക്കാനായിട്ട്. നമ്മുടെ പഴംപൊരിയുടെയൊക്കെ ബാറ്റർ ഉണ്ടല്ലോ, അതേ രീതിയിലാണ് കേട്ടോ ഇത് വേണ്ടത്. അപ്പോൾ അതുപോലെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ കിച്ചൻ ടവലിൽ പൊതിഞ്ഞ് വെച്ചിരിക്കുന്ന പൊട്ടറ്റോ ഒക്കെ ഉണ്ടല്ലോ, അത് ഇതുപോലെ ഒരു പാത്രത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം കോൺഫ്ലവർ അതോട് ചേർത്തെടുത്തിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഇപ്പോൾ ഇതുപോലെ മിക്സാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതുപോലെ ഒരു കടായി വെച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഓയിൽ നല്ലപോലെ ചൂടായി കിടക്കുകയാണ് കേട്ടോ. അതിലേക്ക് നമ്മുടെ ബാറ്ററിൽ ഓരോ ഉരുളക്കിഴങ്ങും ഇങ്ങനെ മുക്കി പൊരിച്ചെടുക്കാം. പൊട്ടറ്റോ ഒന്നും കഴിക്കാത്ത പിള്ളേർക്ക് ഇതുപോലെയൊക്കെ ചെയ്ത് കൊടുത്താൽ നല്ലപോലെ ഇഷ്ടപ്പെടും. പിന്നെ ഇതൊരു സ്റ്റാർട്ടറും കൂടിയാണ് കേട്ടോ, നമ്മുടെ പാർട്ടിക്കൊക്കെ വിളമ്പാൻ പറ്റിയ അടിപൊളി ഒരു സ്നാക്കാണിത്. അപ്പോൾ ഒരു വശം മൊരിഞ്ഞ് കഴിയുമ്പോഴേ നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ. ഒരു 70% നമ്മുടെ പൊട്ടറ്റോ കുക്ക് ചെയ്തെടുത്തത് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമ്മുടെ ഇത് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. ഇതിൻ്റെ ഉള്ളിൽ വേവാതിരിക്കുന്ന പ്രശ്നങ്ങളോ അങ്ങനെയുള്ള പരിപാടിയൊന്നുമില്ല കേട്ടോ. നല്ല ക്രിസ്പി ആയിട്ട് തന്നെ ഇരിക്കും കേട്ടോ. കുറച്ച് നേരം ഇത് ഇരുന്നാലും ഇതിൻ്റെ ക്രിസ്പിനെസ് പോവില്ല, അതേ രീതിയിൽ തന്നെ ഇരിക്കും. അപ്പോൾ അടിപൊളിയായിട്ട് സ്നാക്കാണ്. നമ്മുടെ സോസിൻ്റെയും മയോടെയൊക്കെ കൂടെ കഴിക്കാൻ അടിപൊളി സൂപ്പർ സ്നാക്കാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്ക്. അടുത്തൊരു വിഭവമായിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ.